ഞങ്ങൾ 1 വർഷം മുന്നെയാണ് ചേച്ചി ഞാൻ അർജുനായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. അന്ന് ഞാൻ മറ്റേ രോമാഞ്ചത്തിലെ ഡയലോഗൊക്കെ പറയിച്ചിരുന്നു. അപ്പൊ കാണുമ്പോ എല്ലാം അതാണ് ഓർമ്മ വരിക. അങ്ങനെ തോന്നാറുണ്ടോ മുഖം കാണുമ്പോ ചേച്ചിക്ക്? അർജുനെ കാണുമ്പോഴേ രോമാഞ്ചാണ്. ഓ ഇനി എന്തോ വേണം, ആരെയും പറയുന്നേ. ഇവര് ഇവര് ചേച്ചി വന്നിരുന്നപ്പോ നമ്മളീ സ്കൂളിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കുന്ന ചട്ടമ്പി പിള്ളേരില്ല, അതുപോലെ എനിക്ക് തോന്നി. സെറ്റിൽ എങ്ങനെയായിരുന്നു ഇവര്? അതുപോലെ തന്നെ പരിപാടി പറയാൻ പുറത്ത് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് കാരണം മൃദുലമായിട്ട് എനിക്ക് തോന്നുന്നു അർജുൻ അല്ലാതെ തന്നെ കൂട്ടുണ്ട്. ഇവരൊരു ഗ്യാങ് ആണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? ആദ്യമായിട്ടല്ലേ മൃദുലിന്റെ കൂടെ അഭിനയിക്കുന്നത്? അല്ലല്ല, കൂടെ അഭിനയിക്കുന്നത് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ആദ്യമാണെന്നുള്ള തോന്നൽ ഒരിക്കലും വന്നിട്ടില്ല. കാരണം ബിടെക് തൊട്ട് മൃദുലേട്ടനെ അറിയാം. ബിടെക്കിന് മുമ്പേ മൃദുലേട്ടനെ അറിയാം. കാരണം മന്ദാരം തന്നെ പടം ചെയ്യുമ്പോൾ ആസിഫിനെ കാണാൻ വരും മൃദുലേട്ടൻ. ബിടെക് അടുത്ത പടം വരുന്നു. അപ്പൊ ഞാൻ ഉണ്ടായില്ല കാസ്റ്റില്. അപ്പൊ എന്റെ അടുത്ത് പറയും, ആസിഫ് പറയും, ഞാൻ പോകുന്ന അടുത്ത മാസം തൊട്ട് ഞാൻ പടം ഷെഡ്യൂൾ ചെയ്തിട്ട് 1 മാസത്തോളം ബാംഗ്ലൂർ കിടക്കിടന്ന് നരകിക്കും പറഞ്ഞ്. അപ്പൊ ഞാൻ പറയാം, ഞങ്ങൾ കൊച്ചി എന്ത് ചെയ്യാനാണ് അതൊക്കെ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് ബിടെക്കിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. എനിക്കൊരു മറ്റേ അവാർഡ് കിട്ടിയൊരു അവസ്ഥയായിരുന്നു. കാരണം സിനിമകൾ തേടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇത്രയും നല്ലൊരു കഥാപാത്രം, കാരണം ഈ ക്യാരക്ടറിനെ പറ്റി ഇക്ക ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗംഭീര ക്യാരക്ടറാണ്, നല്ല അടിപൊളിയാണ്, ആര് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ എന്നെ ചിന്തിക്കുന്നില്ല ആ ഒരു ക്യാരക്ടറിലേക്ക്. പിന്നീട് ഞാൻ പോലും അറിയാണ്ട് എന്നെ ഓഡിഷൻ ചെയ്ത് വിവേകേട്ടന്റെ വീട്ടില്, വിവേക് രഞ്ജിത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. മൃദുലേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇക്കടെ ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ ബാഗ് എടുത്ത് കൂടെ ഇങ്ങനെ നിന്ന് ഇക്കടെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് ചെയ്തപ്പോ എന്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞാൽ, അത് നിന്റെ ഓഡീഷൻ ഇപ്പൊ കഴിഞ്ഞത്, നീ സെലക്ട് ആണ് ഈ ക്യാരക്ടർ. ഞാൻ ഉള്ള പരിപാടി അങ്ങനെ. അപ്പൊ അന്ന് തൊട്ടുള്ള മൃദുലേട്ടനായിട്ടുള്ള ബന്ധം അടിപൊളിയായി പോകുന്നു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് അഭിനയിച്ചായിട്ടൊന്നും ഫീൽ